വർക്കെങ്കിലും സംശയം കാണുമായിരിക്കും. ഇപ്പോൾ ഈ 25യുടെ ഫ്യൂസിൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ഒരു 30യുടെ ഫ്യൂസ് ഇട്ടെന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ 30യുടെ ഫ്യൂസ് ഇവിടെ കാണുന്നില്ല. എന്തായിരിക്കും ഇത്? ഫ്യൂസ് ഇട്ട ഉടനെ തന്നെ ഫ്യൂസ് പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ലൈൻ എവിടെയോ ഷോർട്ട് ആകുന്നുണ്ട്. ഇനി അതല്ല, നമ്മുടെ ഈ വാഹനത്തിൻ്റെ ഫ്യൂസ് ഫിക്സ് ചെയ്തതിന് ശേഷം ഈ വാഹനം ഓടുകയാണ്. ഓടിക്കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഫ്യൂസ് പോകുന്നത്. അതുവരെ വർക്കിംഗ് ഒക്കെ പക്കയായിരുന്നു. ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമുക്കറിയാവുന്ന ഒരു കാര്യമാണിത്, ഈ കാണുന്ന ഫ്യൂസിൻ്റെ സെക്ഷൻസ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഫ്യൂസുകളാണ് ഇവിടെ വരുന്നത്. അല്ലാത്ത ബാക്കിയുള്ള ഫ്യൂസും കാര്യങ്ങളൊക്കെ നമ്മുടെ താഴെയായിട്ട്, അതായത് കൺസോൾ ബോക്സ് അല്ലെങ്കിൽ ഡാഷ്ബോർഡിൻ്റെ താഴെയായിട്ട് നമ്മുടെ BCM യൂണിറ്റിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള ഫ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം, പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് ഒരു ഫ്യൂസ് പോകുന്നത്. ഈ കാണുന്നൊരു ഫ്യൂസാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇത്രയും സ്പെയർ ഫ്യൂസ് ഇരിപ്പുണ്ട്. ഇതിനകത്ത് വരുന്ന ഫ്യൂസിൻ്റെ ലൈനപ്സും കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പം എന്തിനുള്ള ഫ്യൂസാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് അതിൻ്റെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഈ ഡയഗ്രാം വ്യക്തമായിട്ട് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത് ഒരുമാതിരിപ്പെട്ട ഞാൻ എൻ്റെ ഫ്യൂസിൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് ഞാൻ പക്ഷേ മെയിനായിട്ട് പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ്, അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂസ് എന്തുകൊണ്ടാണ് പോകുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഏകദേശം ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു 25യുടെ ഫ്യൂസായിരുന്നു പോയിരുന്നത്. അപ്പോൾ ഞാൻ തിരിച്ച് അതുപോലെ തന്നെ ഒന്ന് ഫിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ആ 25 നമുക്ക് ജസ്റ്റ് ഇതിലൊന്ന് നോക്കാം എന്താണ് ആ 25 വന്നിരിക്കുന്നത്. അത് ABSൻ്റെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും സംശയം കാണുമായിരിക്കും. ഇപ്പോൾ ഈ 25യുടെ ഫ്യൂസിൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ഒരു 30യുടെ ഫ്യൂസ് ഇട്ടെന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ 30യുടെ ഫ്യൂസ് ഇവിടെ കാണുന്നില്ല. എന്തായിരിക്കും? ഇവിടെ ഒരു 30 ഉണ്ട്, പോട്ടെ, നോ പ്രോബ്ലം. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്കോട്ട്, അതായത് ഈ ഒരു 15, 25, 15 ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് 15 ഹെഡ്ലൈറ്റ്, 25 ABS, 15 ഹെഡ്ലൈറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആരെങ്കിലും മാറി ഇട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഇതുപോലെ ചെക്ക് ചെയ്യുന്ന സമയത്ത് തിരിച്ച് മാറ്റി അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫ്യൂസ് ഇട്ടണം. ഇനി ഞാൻ പറയാൻ വന്നൊരു കാര്യം, നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂസ് ഒരു തവണ പോയി, അതായത് ഒരു ഫ്യൂസ് ബ്ലോൺ ഔട്ടായി. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് ചെയ്യുന്ന പ്രൊസീജിയർ എന്താണ്? ആ വാർണിംഗ് ലൈറ്റ്, ചിലപ്പോൾ അവിടെ ABSൻ്റെ വാർണിംഗ് ലൈറ്റ് കാണിക്കും, ചിലപ്പോഴല്ല ABSൻ്റെ വാർണിംഗ് ലൈറ്റ് കാണിക്കും. ABSൻ്റെ വാർണിംഗ് ലൈറ്റ് കാണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ആദ്യം നോക്കേണ്ട ഒരു കാര്യം, ഫ്യൂസ് പോയിട്ടുണ്ടോ. കാരണം സെൻസേഴ്സ്, വയറിങ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്യൂസ് സെക്ഷൻ തന്നെയാണ്. അതിൽ ഫ്യൂസ് 25 ആണെന്ന് നമുക്ക് മനസ്സിലാക്കി. ഫ്യൂസ് നോക്കിയപ്പോൾ ഫ്യൂസ് പോയി, തിരിച്ച് ആ ഫ്യൂസ് വേറെ മാറ്റിയിട്ടു. അതായത് 25യുടെ ഒരെണ്ണം, ഈ സ്പെയർ ഇരിക്കുന്നൊരു 25 നമ്മളെടുത്ത് തിരിച്ച് ഇതിലോട്ട് ഫിക്സ് ചെയ്തു. അങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു. ABSൻ്റെ വർക്കിംഗ് എല്ലാം പക്കയാണ്, ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പേടിക്കാതെ ഈ വാഹനം വിടാൻ സാധിക്കും. ഇനി അതല്ല, ഇത് ഫ്യൂസ് ഇട്ട ഉടനെ തന്നെ ഫ്യൂസ് പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ലൈൻ എവിടെയോ ഷോർട്ട് ആകുന്നുണ്ട്. ഇനി അതല്ല, നമ്മുടെ ഈ വാഹനത്തിൻ്റെ ഫ്യൂസ് ഫിക്സ് ചെയ്തതിന് ശേഷം ഈ വാഹനം ഓടുകയാണ്. ഓടിക്കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഫ്യൂസ് പോകുന്നത്. അതുവരെ വർക്കിംഗ് ഒക്കെ പക്കയായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ പ്രോബ്ലം വന്നു. അതായത് ഈ ഒരു യൂണിറ്റിന് പ്രോബ്ലം വന്നു, മീൻസ് ഈ ഒരു ഫ്യൂസിന് പ്രോബ്ലം വന്നു. ആദ്യം നമ്മൾ ചെയ്യുന്നൊരു കാര്യം, അടുത്ത ഒരു ഫ്യൂസും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് സർവീസ് സെൻറ്ററിലാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അവരോടത് കൺഫേം ആക്കാൻ പറയണം എന്തുകൊണ്ട് വരുന്നു. അന്നേരം രണ്ടാമതൊരു ഫ്യൂസ് ഇട്ടു, പിന്നെയും ഓടിച്ചു നോക്കുമ്പോഴൊന്നും ഈ ഫ്യൂസ് പോകുന്നില്ല, കുഴപ്പമില്ല. പക്ഷേ എപ്പോഴാണോ ABSൻ്റെ വർക്കിംഗ് നടക്കുന്നത്, അതായത് ABS എപ്പോൾ വർക്കിംഗ് നടക്കുന്നു അന്നേരം ഈ ഫ്യൂസ് പോകുന്നു. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ABS യൂണിറ്റിലോട്ട് ചെല്ലുന്ന സർക്യൂട്ട്, അതായത് നമ്മുടെ ABS യൂണിറ്റ്, നമ്മുടെ ഈ കാണുന്നതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ABS യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു യൂണിറ്റിനകത്ത് എവിടെയോ ഇൻറ്റേർണൽ ഷോർട്ടേജ് വരാം, അതിൻ്റെ വയറിങ്സിന് പ്രശ്നം വരാം, ഇതിലെന്തോ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ട വയറിങ് ഫുള്ള് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്തില്ലെങ്കിൽ വരുന്ന കുഴപ്പം എന്നാന്ന് പറഞ്ഞാൽ പിന്നെയും ഷോർട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ടയറിലോട്ട് വരുന്ന സെൻസേഴ്സ് ചെക്ക് ചെയ്യാം. അതല്ലാതെ ഇങ്ങോട്ട് ഈ മൊഡ്യൂളിലോട്ട് വരുന്ന യൂണിറ്റ്സ്, ഈ ഒരു ഫ്യൂസ് കേസിലോട്ട് വരുന്ന ആ ഫ്യൂസിൻ്റെ അങ്ങോട്ട് വരുന്ന ലൈൻസ് എവിടെയെങ്കിലും ഷോർട്ട് ആവുന്നുണ്ട്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് കൺഫേം ആക്കാനുള്ള ടൈം കസ്റ്റമർ ഷോറൂമിലുള്ളവർക്ക് കൊടുക്കണം. കാരണം ഇതൊരു സിമ്പിൾ പ്രോസസ്സ് അല്ല. എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്നുള്ളത് കണ്ടുപിടിക്കാൻ കുറച്ച് സമയം എടുക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ഇത് ക്ലിയർ ആക്കിയില്ലെന്നുണ്ടെങ്കിൽ നാളെ വേറെ എന്തെങ്കിലും പാർട്സിനും കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെ ഒരു പ്രശ്നം നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും ചെക്ക് ചെയ്യാതെ വിടരുത്.